ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എടോ, എന്തെങ്കിലും നോക്കുന്ന തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? ഒന്നുമില്ല. സത്യം പറ, തനിക്ക് എന്നോട് പിണക്കമുണ്ടോ? എന്തിന്? അല്ല, നമ്മുടെ കുഞ്ഞിനെ സ്വന്താക്കാൻ ഞാനിങ്ങനൊരു സാഹസം ചെയ്താന്. ഞാനങ്ങനെ ചെയ്യാൻ കാരണം താൻ കൂടിയല്ലേ? ഞാനോ? സംശയം എന്താ? തൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് താൻ നമ്മുടെ കുഞ്ഞിനെടുത്ത് ആമച്ചേച്ചിക്ക് കൊടുത്തിട്ട് പിന്നെ അത് എന്നെ നീക്കമായിട്ട് കൈവിട്ട് പോകുന്ന തോന്നിയപ്പോഴല്ല ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ സ്വത്തും മുതലും കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ തന്നോട് ചോദിക്കാതെ തൻ്റെ ഒരു അവകാശം ഞാൻ കവർന്നെടുത്തു. നമുക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. ഇനി അതൊക്കെ എന്തിനാ പറയുന്നേ? ജീവിതത്തെക്കുറിച്ച് ഇനിയെങ്കിലും സ്വപ്നം കാണാൻ. ഈ കുഞ്ഞല്ലേടോ എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടെന്ന്. അന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്നും പിന്നെ ആ മലമുകളിൽ നിന്നും. ഇവളില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ പോലും കിട്ടുമായിരുന്നോ? അപ്പൊ പിന്നെ ഇവളെ കൈവിട്ട് കളയാൻ നമുക്ക് പറ്റുമോടോ? എല്ലാ അർത്ഥത്തിലും ഇത് തൻ്റെ എൻ്റെയും കുഞ്ഞല്ലേ. ഒരിക്കൽ പോലും ഉറക്കത്തിൽ പോലും ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ തനിക്കൊരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ ഉണ്ട്, തനിക്ക് തോന്നാത്ത. തന്നെ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ തന്നെ എനിക്കറിയാം. ഈ മനസ്സിൻ്റെ നേരിയ ചലനങ്ങൾ പോലും എനിക്കിപ്പോൾ മനപ്പാടാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സ്വപ്നങ്ങളിൽ താനും ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഞാൻ മാറി നിന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതല്ല. പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനൊരു ചോദ്യം? വെറുതെ ചോദിക്കണം തോന്നി. മനസ്സുകൊണ്ട് അകലുമ്പോഴാ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. കൂടുതൽ അടുക്കാൻ വേണ്ടിയാവുമ്പോ സാരല്ലടോ. ഏത് ആകാശത്ത് പറക്കുമ്പോഴും ഭൂമിയിൽ എല്ലാ പെണ്ണിന്റെ അവസാനത്തെ അഭയകേന്ദ്രം ഈ നെഞ്ച. ഫെമിനിസ്റ്റൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ. താൻ അനുഭവിക്കുന്ന സുഖം മറ്റൊരു പെണ്ണും അനുഭവിക്കരുതെന്ന അസൂയ കൊണ്ട്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും നമുക്കൊന്ന് പറഞ്ഞാലോടോ? പിന്നെന്താ, ഒന്ന് സന്ധ്യ ആയിക്കോട്ടെ. എടോ, അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് വല്ല UK-യിലോ ഓസ്ട്രേലിയയിലോ മറ്റോ സെറ്റിൽ ചെയ്താലോ? എന്താ, ഇവിടെ നിന്ന് ആമിച്ചേച്ചി കുഞ്ഞിനെ തിരികെ വാങ്ങുന്ന പേടിയുണ്ടോ? ആ എഗ്രിമെന്റ് കടലാസ് എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ കയ്യിലുണ്ടൊരു കടലാസ്. നിയമപരമായി താനും ഞാനും ഭാര്യയും ഭർത്താവുമായ കടലാസ്. അവകാശം സ്ഥാപിക്കാനോ തന്നെ നോവിക്കാനോ പറഞ്ഞതല്ല ഞാൻ. നിയമപരമായ കടലാസുകളുടെ വിലയെപ്പറ്റി പറഞ്ഞതാ. നിയമം പാലിക്കാൻ മാത്രമുള്ളതല്ല, തെറ്റിക്കാനും കൂടിയുള്ളതാ. മനസ്സിലായില്ല? ഞാൻ ഏതായാലും IELTS എഴുതാൻ തീരുമാനിച്ചു. താനും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് പോവാടോ, എങ്ങോട്ടെങ്കിലും പോവാം. കരാറുകളൊക്കെ കാറ്റിൽ പറത്തി ആരുടെയും കൺവട്ടത്തല്ലാത്ത ഏതേതോ സ്വർഗങ്ങൾ തേടി നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രം. നിയമം പാലിക്കാൻ മാത്രമല്ല, തെറ്റിക്കാൻ കൂടിയുള്ളതാ. ആദ്യ 3 മാസത്തെ പ്രീമിയം മുഴുവനുണ്ട്. ഓ, എന്നൊന്നുമില്ല മാഡത്തെ, എനിക്ക് വിശ്വാസമുണ്ട്. ഇതാ പോളിസി സർട്ടിഫിക്കറ്റ്, വായിച്ചു നോക്കൂ. ക്യൂൻ വിക്ടോറിയ ഇൻഷുറൻസ് പോളിസി UK. ഇതിപ്പോ വെറൊരു പ്രിന്റ് ഔട്ടാ.
ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബൈ പോസ്റ്റ് വരും. അപ്പോ 10 കോടി ഉറപ്പാണല്ലോ അല്ലേ? അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് കണ്ടു. എന്നാ പിന്നെ ധൈര്യമായിട്ട് പോയിക്കോളൂ. ആക്സിഡന്റ് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ പണം കിട്ടും? ഏറിയ ഒരാഴ്ച. ഇത് UK കമ്പനിയല്ലേ, എല്ലാം വളരെ പെട്ടെന്നാ. ഓ, പക്ഷേ അത് ആക്സിഡന്റ് തന്നെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലായോ? സായി പറഞ്ഞ എന്റെ പണി പോകുന്ന കാര്യമാണ്. നിയമം വിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് നിയമം നമ്മളെ തെറ്റിക്കുന്നില്ലല്ലോ. കലേഷിന്റെ പണിക്ക് ഒരു കുഴപ്പവും വരില്ല. പോരെ? ഓ, അത് മതി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ ഈ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഓ, എന്നാ ശരി. ഇത് ഒറിജിനൽ നോട്ട് തന്നെയാണോ വല്ല വെള്ളക്കടലാസാണോ? നോട്ട് തന്നെ. അപ്പ വട്ട് തന്നെ. കിട്ടിപ്പോയി, എല്ലാം കിട്ടിപ്പോയി. കിട്ടിയോ? എന്നാ പറ, എന്താ സംഭവം? കേരള മനസ്സാക്ഷി ഇന്ന് കാരണത്തിൽ നിന്ന അതേ സംഭവം തന്നെ. പിടിതരാത്ത പെൺ മനസ്സുകളുടെ അതിനിഗൂഢമായ സഞ്ചാരം. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ കാമുകനും കൂടി ഭർത്താവിനെ കൊല്ലുന്നു. ഒരേ സമയം ചതിച്ചുകൊണ്ട് ചിരിക്കുകയും ചിരിച്ചുകൊണ്ട് ചതിക്കുകയും ചെയ്യുന്ന അതിനൂതനമായ സോഷ്യൽ മീഡിയ കലാപരിപാടികൾ. എടാ, നീ ഈ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറ എന്റെ സുഗുണ. കുടുംബത്തിലെ ആവശ്യത്തിലേറെ സ്വത്ത്, ഭർത്താവിന് നല്ല 1-ാം തര സർക്കാർ ശമ്പളം. പിന്നെന്തിനായിരിക്കും വീട്ടുകാരും ഭർത്താവും അറിയാതെ ഒരു പെണ്ണിന് കാശ്, അതും ലക്ഷങ്ങൾ? എടാ, എന്തിനായിരിക്കും? അവിഹിതം അല്ലാതെന്ത്? അമ്മച്ചി, കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ പട്ടി. അതിന് മാമനെന്തിനാ ഇങ്ങനെ ചുമ്മാ തല്ലുന്നത്? ഞാൻ എന്താവശ്യം പറഞ്ഞ് നാട്ടടപ്പുള്ള കാര്യമല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ മാമത്തിന്റെ പറ. വിവാഹിതയും സുന്ദരിയും കുലസ്ത്രീയുമായ ഒരു പെണ്ണിന് ഇക്കാലത്ത് ആരോരും അറിയാതെ എന്തിനായിരിക്കും ഇത്രയും പണം? കാമുകം ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോ രഹസ്യമായിട്ട് അവന് കൊടുക്കാൻ, അല്ലാതെ എന്തിനാ? എടാ, അവൾ അത്തരക്കാരിയൊന്നും അല്ല. അവൾ എത്രക്കാരി ആയിരുന്നാലും സമൂഹം അങ്ങനെ അല്ലല്ലോ. സമൂഹത്തിന്റെ കഴകം കണ്ണുകൾ അബലയും ചബലയുമായ സ്ത്രീകളെ വലവീശി പിടിക്കാനും അവരെ ദുരുപയോഗം ചെയ്യാനും കൂർത്ത പല്ലുകളും നഖങ്ങളുമായി കാത്തിരിക്കുന്ന കാര്യം മാമൻ എന്തേ മറന്നു പോകുന്നു? മാമിനെ പത്രം മൊബൈലൊന്നും കാണാറില്ലേ? ദിവസം എന്തുമാത്രം കേസാണെന്ന് അറിയാമോ? ഉള്ളാവുന്ന പെമ്പിള്ളരെ കറക്കിയെടുക്കാൻ രാപ്പകൽ തെമ്മാടികളുടെ അഴിഞ്ഞാട്ടമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ.